എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഹരിശ്ചന്ദ്രപുത്രനായ രോഹിതാശ്വൻ്റെ കഥയാണ്. അയോധ്യ രാജാവായ ഹരിശ്ചന്ദ്രനും ഭാര്യ ചന്ദ്രമതിക്കും സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ വസിഷ്ഠൻ്റെ ഉപദേശമനുസരിച്ച് ഹരിശ്ചന്ദ്രൻ സമുദ്രതീരത്തു പോയി വരുണനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തി. വരുണൻ പ്രത്യക്ഷപ്പെട്ട് ഹരിശ്ചന്ദ്രന് ഒരു പുത്രനുണ്ടാകാനുള്ള വരം നൽകിയെങ്കിലും ജനിക്കുന്ന പുത്രനെ വരുണന് യാഗം ചെയ്തു നൽകണമെന്ന് രാജാവുമായി വ്യവസ്ഥ ചെയ്തിരുന്നു. കാലക്രമേണ ഹരിശ്ചന്ദ്രന് ഒരു പുത്രൻ ജനിച്ചു. ആ പുത്രനായിരുന്നു രോഹിതാശ്വൻ. വരുണൻ പല കുറി രാജാവിനോട് പുത്രനെ യാഗം ചെയ്ത് നൽകണമെന്ന് പറഞ്ഞ് സമീപിച്ചെങ്കിലും രാജാവ് ഓരോ അവധികൾ പറഞ്ഞ് യാഗം നീട്ടിവെച്ചു. എന്നാൽ അവസാനമായി ഉപനയനം കഴിയുമ്പോൾ യാഗം നടത്താമെന്ന് രാജാവ് സമ്മതിച്ചു. ഇതറിഞ്ഞ രോഹിതാശ്വൻ യാഗത്തലേന്ന് കൊട്ടാരത്തിൽ നിന്നും വനത്തിലേക്ക് ഒളിച്ചോടി. യാഗം മുടങ്ങിയതിൽ കോപിഷ്ഠനായ വരുണൻ രാജാവിനെ ശപിക്കുകയും തൽഫലമായി ഹരിശ്ചന്ദ്രന് ജലോദരം എന്ന മഹാരോഗം പിടിപെടുകയും ചെയ്തു. അച്ഛൻ്റെ രോഗവിവരം വനത്തിലുള്ള രോഹിതാശ്വൻ അറിഞ്ഞെങ്കിലും ഇന്ദ്രൻ്റെ നിരുത്സാഹനം മൂലം കൊട്ടാരത്തിലേക്ക് മടങ്ങാതെ വനത്തിൽ തുടരുകയാണുണ്ടായത്. തൻ്റെ അസുഖം മാറുന്നതിന് എന്തു ചെയ്യണമെന്ന് വസിഷ്ഠനോട് ഉപദേശം ചോദിച്ച ഹരിശ്ചന്ദ്രനോട് വരുണനോട് ചെയ്ത് ശപഥം പാലിക്കാതെ അസുഖം മാറില്ലെന്ന് വസിഷ്ഠൻ പറഞ്ഞു. അതിനായി ഏതെങ്കിലും ബ്രാഹ്മണപുത്രനെ വിലയ്ക്ക് വാങ്ങി യാഗം നടത്തിയാൽ മതിയെന്ന് വസിഷ്ഠൻ ഹരിശ്ചന്ദ്രനെ ഉപദേശിച്ചു. ഇത് കേട്ട് സന്തോഷവാനായ ഹരിശ്ചന്ദ്രൻ മന്ത്രിമാരെ അയച്ച് അന്വേഷിക്കുകയും അത്യാഗ്രഹിയായ അജകീർത്തൻ എന്ന ഒരു ബ്രാഹ്മണനെ കണ്ടെത്തുകയും ചെയ്തു. ഹരിശ്ചന്ദ്രന് വരുണയാഗം ചെയ്യാനായി അജകീർത്തൻ തൻ്റെ മധ്യമപുത്രനായ ശുനശേഫനെ മന്ത്രിമാർക്ക് വിൽക്കുകയും പ്രതിഫലമായി 100 പശുക്കളെ വാങ്ങുകയും ചെയ്തു. ഹരിശ്ചന്ദ്രൻ്റെ വരുണയാഗത്തെക്കുറിച്ചറിഞ്ഞ് കൊട്ടാരത്തിലെത്തിയ വിശ്വാമിത്ര മഹർഷിക്ക് യാഗപശുവായി നിർത്തിയിരിക്കുന്ന ശുനശേഫനിൽ ദയ തോന്നി അവനെ വിട്ടയക്കണമെന്ന് ഹരിശ്ചന്ദ്രനോട് കൽപ്പിച്ചു. എന്നാൽ വരുണശാപം മാറിക്കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ യാഗം നടത്തുന്നതെന്നും അത് തടസ്സപ്പെടുത്തരുതെന്നും എത്ര ധനം വേണമെങ്കിലും തരാമെന്നും രാജാവ് വിശ്വാമിത്രനോട് പറഞ്ഞു. കോപിഷ്ഠനായ വിശ്വാമിത്ര മഹർഷി ശുനശേഫന് വരുണമന്ത്രം ഉപദേശിച്ചു നൽകുകയും ശുനശേഫന്റെ പ്രാർത്ഥനയിൽ പ്രസന്നനായ വരുണൻ ശുനശേഫനെ വിട്ട് യാഗം മാത്രം നടത്താൻ രാജാവിനോട് കൽപ്പിക്കുകയും അപ്രകാരം യാഗം പൂർത്തിയാക്കി ഹരിശ്ചന്ദ്രൻ പൂർണ്ണ ആരോഗ്യവാനായി തീരുകയും ചെയ്തു. യാഗവധത്തിൽ നിന്നും ശുനശേഫനെ രക്ഷിച്ച വിശ്വാമിത്രൻ മാത്രമാണ് ശുനശേഫന്റെ പിതൃസ്ഥാനത്തിനർഹനെന്ന് വസിഷ്ഠനടക്കമുള്ള സദസ്യരുടെ അഭിപ്രായം മാനിച്ച് വിശ്വാമിത്രൻ ശുനശേഫനെയും കൂട്ടി തൻ്റെ ആശ്രമത്തിലേക്ക് പോയി. ഈ അവസരത്തിൽ രോഹിതാശ്വൻ വനത്തിൽ നിന്ന് തിരികെ വന്ന് മാതാപിതാക്കളുടെ കൂടെ താമസമാക്കിയെങ്കിലും വിശ്വാമിത്രൻ്റെ കുടിലതന്ത്രങ്ങൾ മൂലം ഹരിശ്ചന്ദ്രന് ഭാര്യയുടെയും പുത്രൻ്റെയും കൂടെ സർവവും ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു. വളരെ നാളത്തെ ദുരിതത്തിനൊടുവിൽ സർപ്പദംശമേറ്റ് മരണപ്പെട്ട രോഹിതാശ്വനെ ദേവന്മാർ പുനർജീവിപ്പിച്ച് അയോധ്യ രാജാവായി അഭിഷേകം ചെയ്തു. ഹരിശ്ചന്ദ്രപുത്രനായ രോഹിതാശ്വൻ്റെ കഥ ഇവിടെ തീരുകയാണ്. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.